സങ്കീർത്തനങ്ങൾ 103-5 വാക്യം വായിച്ചു. നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം പുതുകി വരിക എന്നുള്ളതാണ് ഇന്ന് ധ്യാനത്തിന് ആധാരമായി എടുക്കുന്ന വിഷയം. ഈ വാക്യത്തെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമവിശ്വാസികളോട്, പുതിയ നിയമസഭയോട്, പുതിയ നിയമ ഉപദേശപരമായി അത് കൈമാറാൻ കൃപയിൽ ശരണപ്പെടുന്നു. 5 വാക്യം കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്ലീഹ പൗലോസ് കൊലോസിയിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ വിഷയത്തിൽ വരുന്നു. 5-ാം വാക്യത്തെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നു. കൊലോസി ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ചാലും പുതിയ മനുഷ്യൻ, സ്തോത്രം, എന്നെ പുതിയതാക്കി തീർത്ത ഇടമാണ് കാൽവറി ക്രൂശ്. ക്രൂശിന്റെ വചനം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന പ്രമേയത്തിന്റെ കീഴിൽ അതിൻ്റെ 3-ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് നാം ചിന്തിച്ചു. ക്രിസ്ത്യാനിയുടെ പ്രശംസയാണ് ക്രൂശിന്റെ വചനം. പ്രശംസയാകാൻ കാരണമെന്ത് എന്ന ചോദ്യത്തിന് 12 ഉത്തരങ്ങളാണുള്ളത്. അതിലെ 5 മുൻ സന്ദർഭങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. 6-ാമത്തതിലേക്കാണ് ഇന്ന് പകൽ പ്രവേശിക്കുന്നത്. എന്നെ പുതിയ മനുഷ്യനാക്കി തീർത്ത ഇടമാണ് കാൽവറി ക്രൂശിന്റെ വചനം. അതുകൊണ്ട് ക്രൂശിന്റെ വചനം എനിക്ക് പ്രശംസയാണ്. എന്നെ പുതിയ മനുഷ്യനാക്കി തീർത്ത ഇടം ആണ് കാൽവറി ക്രൂശ്. ഹല്ലേലൂയ. എന്താ പുതിയ മനുഷ്യൻ? ഇത് എപ്പോഴായത്? പുതു മനുഷ്യനാക്കി. ഈ പുതിയ മനുഷ്യനെ ബൈബിൾ ഒരിടത്തും പഴയ മനുഷ്യൻ എന്ന് പിന്നെ വിളിച്ചിട്ടില്ല. ശ്രദ്ധിച്ചേ. സ്തോത്രം. ഈ പുതിയ മനുഷ്യനെ പുതിയ നിയമം എവിടെയും പിന്നീട് എന്ത് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം ഇത് പഴയതാകുന്നില്ല. അതിന്റെ അർത്ഥം ഇതിന്റെ പുതുക്കം നഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ, പുതിയ മനുഷ്യൻ, സ്തോത്രം, ഒന്നും കൂടെ തെളിച്ചു പറയാം, നമ്മുടെ ആത്മരക്ഷ എന്ന ഭൂതകാല രക്ഷ, രക്ഷിക്കപ്പെട്ടവർക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. ആത്മരക്ഷ അത് പൊളിച്ചു പണിയാൻ ഭൂമിയിൽ ഒരു ഉപദേശിയാക്കിയിട്ടില്ല, ഒരു പ്രവാചകനെ ആക്കിയിട്ടില്ല, ഒരു പ്രസ്ഥാനത്തിനും കഴിയത്തില്ല, ഒരു പുള്ളിക്കും കഴിയത്തില്ല. കാര്യം ആത്മരക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് സ്വർഗ നിർമ്മിതമാണ്. അതിനകത്തൊരു അഴിച്ചുപണി പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല. പിന്നെ ഏതാ നമ്മൾ ഈ യോഗമൊക്കെ നടത്തി? അങ്ങനെയാണെങ്കിൽ ആത്മരക്ഷ ഞാൻ പ്രാപിച്ചല്ലേ, ഞായറാഴ്ച എന്തിനാ യോഗത്തിന് വന്നേ? വർത്തമാനകാല രക്ഷ, അതിനോടുള്ള ബന്ധത്തിലെ ഈ യോഗമൊക്കെ നടക്കുന്നേ. ഇനി ഭാവികാല രക്ഷ എന്താ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അതിന് നമ്മളെന്തോ ചെയ്യണ്ടേ? ഏത്? ക്രിസ്തുവിൽ മരിച്ചവൻ പിന്നെ എന്ത് ചെയ്യണം? ഉയർക്കാൻ. ഇവിടെ ആരും ഇല്ലയോ?
പ്രിയരെ, ക്രിസ്തുവിൽ മരിക്കാൻ വേണ്ടി ജീവിക്കുകയാണോ? അല്ല, ക്രിസ്തുവിൽ രൂപാന്തരപ്പെടാൻ വേണ്ടി ജീവിക്കുകയാണോ? അതല്ല നമ്മുടെ കൂടിയ പ്രത്യാശ. ക്രിസ്തുവിൽ മരിച്ചവൻ ഇനി ഉയർക്കാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. സ്വർഗ്ഗത്തിൽ പോയി സ്തോത്രം പറയണോ? അവരെല്ലാം ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണ്. ഒന്നും ചെയ്യണ്ട. അതിനുവേണ്ടി ഉള്ളതെല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിച്ചു പോകണം. അപ്പോൾ പുതിയ മനുഷ്യൻ, ഈ പുതിയ മനുഷ്യന് എങ്ങനെയാ പുതിയ മനുഷ്യനായി മാറിയേ? ഈ ഭാഗം മറിക്കാതെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരുടെ ഒരു റബിയോട് തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചാലും. പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ പുതിയതായി ജനിക്കണം. അപ്പൊ പുതിയതായിട്ടുള്ള ജനനം അത് ഏതാണ്? നിക്കോദിമോസ് ചോദിച്ചു, അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണോ? അല്ല, സ്തോത്രം, വചനത്താലുള്ള ജനനമാണ്. ആമേൻ. ആ ജനനത്തെ കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഞാൻ വാക്യം മാത്രം അടിക്ക് ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 1-ാം ലേഖനം 1-ാം അധ്യായം 23-25 വാക്യങ്ങളാണ്. ഒന്ന് വായിച്ചാട്ടെ. കിട്ടുന്ന ബീജത്താലല്ല. അപ്പൊ കെടാത്ത ബീജമേതാണ്? വചനമാണ്. വചനത്താൽ ജനിക്കണം. ഈ ഭൂമിയിൽ ഒരു മാതാപിതാക്കളാൽ ജനിച്ചവരാണ് നാം. എന്നാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ മരിക്കും. സ്തോത്രം. നമ്മുടെ ഈ കണ്ണടയും, നമ്മുടെ വായടയും, നമ്മുടെ കേൾവി നഷ്ടപ്പെടും. നാം ചലനരഹിതരായി മാറും, മൃതന്മാരായി മാറും. സ്തോത്രം. എത്ര തുള്ളിച്ചാടിയാലും, എത്ര ഞാൻ മേശ തല്ലി പൊളിച്ചാലും, എന്തൊക്കെ ചെയ്താലും ഒരു നാളിൽ എന്ത് ചെയ്യും? മരിക്കും. ക്രിസ്തുവിൽ മരിക്കും. ആമേൻ. മരിക്കും. അതിന് കാരണം എന്താണെന്നറിയാവോ? ഞാൻ ജനിച്ചത് കെടുന്ന ബീജത്താലാണ്. കെടുന്ന ബീജത്താലാണ്. അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതൊരു കാലം കഴിഞ്ഞപ്പോൾ അത് നിർജീവമാകും. എന്നാൽ ആമേൻ, വചനം ഒരു കാലം കഴിഞ്ഞാലും, എത്ര കാലം കഴിഞ്ഞാലും നിർജീവമാകാത്ത കെടാത്ത ബീജമാണ്. എന്ന് വെച്ചാൽ മരണം തൊടാത്ത. ഇവിടുത്തെ ബീജത്തിന് മരണത്തിന് കീഴ്പ്പെടുത്താൻ പറ്റും. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജനനത്തെ മരണത്തിന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഉന്നതമായ ജനനം. ആ ജനനം പ്രാപിച്ചവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അപ്പോൾ 5-ാം വാക്യം വായിച്ചേ. പത്രോസിന്റെ ലേഖനം 25, 1-23 വായിച്ചത്. 25 വായിച്ചാട്ടെ. കർത്താവിന്റെ വചനം. എന്നിട്ട് പറഞ്ഞു വെച്ചേക്ക്, കർത്താവിന്റെ വചനമോ. ഏത് വചനം? 23 പറഞ്ഞിരിക്കുന്നു ജനിപ്പിച്ച വചനം. എന്നിട്ട് ആ ബീജത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. എന്നേക്കും നിലനിൽക്കുന്ന വചനത്താൽ എനിക്ക് ജനനം നൽകിയതോർത്ത് സ്തോത്രം. ഈ വാക്യമൊക്കെ ഓർത്തിട്ട് സ്തോത്രം ചെയ്യാനാ സഭായോഗം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നൃത്തം ചെയ്ത് ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കാര്യമുണ്ടാകണം. ഇപ്പൊ നീ എന്തിനാ ചാടിയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. റീസൺ പറയണം. നൃത്തം ചെയ്ത് ആരാധിക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്.
സ്തോത്രം. എന്നതിന് കാരണം വേണം. അല്ല, എല്ലാവരും തുള്ളി, മൊത്തം തുള്ളി, അതുകൊണ്ട് പാസ് തുള്ളാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനും എന്ത് ചെയ്തു? നമ്മൾ സ്തോത്രം ചെയ്യുന്നതിനും ആരാധിക്കുന്നതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. സ്തോത്രം, കാരണങ്ങളുണ്ട്. ഇനി ആമേൻ, ആ വാക്യം വായിച്ചു തീർത്തോ? വായിച്ചാട്ടെ. വായിച്ചേ 25-ാം വാക്യം. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച, നിങ്ങളെ വീണ്ടും ജനിക്കുമാറാക്കിയ കെടാത്ത ബീജമായ വചനം. വചനത്തിന്റെ ഉയിര്, വചനത്തിന്റെ ജീവൻ കെട്ടുപോകുന്നതല്ല. ഒന്നും കൂടെ ഞാൻ തെളിച്ചു പറയാം. നിങ്ങൾ നന്നായി വചനം പഠിച്ചാൽ ഒരന്ധവിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ കയറത്തില്ല. വചനം പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ സുഖമാണ്. വരുന്നവനൊക്കെ കേറി മേയാം. പുറമറ്റം സഭയില് പുസ്തകം വിട്ടുള്ള ഒറ്റ ചരക്കും ചെലവാകരുത്. അത്ര ബോൾഡായിരിക്കണം ഇവിടുത്തെ വിശ്വാസികൾ എന്നാണ് എൻ്റെ സ്വപ്നം. സഭയുടെ ഉപദേശി എന്നുള്ള നിലയിൽ സ്വോത്രം ഒരുത്തം വന്ന് പറയുന്ന എല്ലാം അപ്പടിയേ വിശ്വസിക്കുന്ന വിശ്വാസിയാകാനല്ല, അത് പുസ്തകത്തിനകത്തുണ്ടോ എന്ന് പരിശോധിക്കണം. സ്തോത്രം. ഇല്ലെങ്കിൽ വലിയ കെണിയിലും കുഴിയിലും നാം വീഴാൻ സാധ്യതകളേറെയാണ്. നെക്സ്റ്റ്, അപ്പോൾ പുതിയതായി ജനിച്ചു കെടാത്ത ബീജത്താൽ. ആമേൻ. ഈ ജനനത്തോടുകൂടെ ഉണ്ടാകുന്ന ഒന്നാണ്. രണ്ടാമത് പുതിയ ജീവൻ ഉണ്ടാകും. സ്തോത്രം. എന്താ പുതിയ ജീവൻ? യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊന്ന് നിർത്തി വായിച്ചാട്ടെ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. പുത്രൻ എനിക്കുണ്ട്, എന്നിലുണ്ടോ? യേശു ക്രിസ്തു അകത്ത് ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് മഹത്വം കരേറ്റാം. യേശു ക്രിസ്തു അകത്തുണ്ടെങ്കിൽ നിന്നിൽ ജീവനുണ്ട്. സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ ജയാളി, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ, സകലത്തെക്കാളും ഉന്നതനായവൻ. അകത്തുണ്ടെങ്കിൽ ജീവനുണ്ട്, ജീവനുണ്ട്. അവൻ ആ ജീവനെ കെടുത്താൻ കഴിയുന്ന ഒരു പോരും ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. അത് തിരിച്ചറിയുന്നെങ്കിൽ സ്വോത്രം ചെയ്യാം. സ്വോത്രം. ലോകത്തിലുള്ളവനേക്കാൾ ബലവാൻ നിന്റെ അകത്തിരിക്കുമ്പോ ഒരു ദോഷവും നിനക്ക് ഭവിക്കത്തില്ല. എന്റെ ഉള്ളിലെ ഉയിര് റിസറക്ഷൻ പവറാണ്. ഇനി അപ്പോൾ നമ്മുടെ വിഷയം ജീവൻ, ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മുടെ ഉള്ളിൽ. അത് പുതിയ ജീവനാണ്. മൂന്നാമത്തത് യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിനകത്ത് പുതിയ ഹൃദയം തരുമെന്നൊരു വാഗ്ദാനം നൽകി ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. എബ്രായ ലേഖനം 8-ൽ ആ വചനത്തിന്റെ നിവർത്തി കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് ശ്ലീഹ പറഞ്ഞു, ആ കാലം ഇതാണ്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടി? 7 കൂട്ടം കാര്യം പറഞ്ഞ് ഞാൻ നിർത്തും. 1, പുതിയ മനുഷ്യനാക്കി എന്നെ മാറ്റി. അതെങ്ങനെയാണ്? സ്തോത്രം. പുതിയ ബീജത്താലാണ് ജനിച്ചത്. 2, പുതിയ ജീവൻ നൽകി. 3, പുതിയ ഹൃദയം നൽകി. പുതിയ ഹൃദയം. എന്താ പുതിയ ഹൃദയം? പഴയ ഹൃദയം
തേച്ച് തുടച്ചെടുത്തതല്ല, മെഴക്കിയെടുത്തതുമല്ല. പുതിയ ഹൃദയം പുതിയ നിയമസഭയ്ക്ക് പരിച്ഛേദന വ്യക്തികൾക്കുണ്ട്. പുതിയ നിയമവിശ്വാസിക്ക് പരിച്ഛേദനയുണ്ട്. അത് ഏത് പരിച്ഛേദനയാണ്? പഴയ നിയമത്തിലെ പരിച്ഛേദനയല്ല, ഹൃദയ പരിച്ഛേദനയാണ്. എൻ്റെ പഴയ ഹൃദയത്തിൻ്റെ വിഴുപ്പ് നിറഞ്ഞ അഗ്രചർമ്മത്തെ മൂർച്ചയുള്ള കത്തിയായ വചനം കൊണ്ട് മുറിച്ചെടുത്ത് കളഞ്ഞു. ആ സ്ഥാനത്ത് ഒരു പുതിയ ഹൃദയം എനിക്ക് കർത്താവ് നൽകി തന്നിരിക്കുകയാണ്. ആ പുതിയ ഹൃദയത്തിനകത്ത് അസൂയയില്ല, കുന്നായ്മയില്ല, പകയില്ല, പിണക്കമില്ല, മത്സരമില്ല. സ്തോത്രം. പുതിയ ഹൃദയം. യേശു കർത്താവ് എനിക്ക് എന്ത് നൽകി? പുത്തൻ ഹൃദയം നൽകി. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. ഈ പുത്തൻ ഹൃദയത്തെ ഇടയ്ക്ക് ഓടി വന്ന് ചാശ് പറിച്ചുകൊണ്ട് പോകുന്നു എന്നൊന്നും ഇല്ല. ഈ ഹൃദയം അവിടെ ഫിറ്റാണ്. പഴയ സ്തോത്രം. അതുകൊണ്ട് പുതിയ ഹൃദയം. അടുത്തത്, കർത്താവ് നമ്മെ ആരാക്കി? പുതുമ. ക്രൂശിൽ നിന്ന് കിട്ടിയത് എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം, അവൻ നമ്മെ പുതിയ സൃഷ്ടിയാക്കി. ഹല്ലേലൂയ. അല്ലേ? പുതിയ സൃഷ്ടിയാകുന്നു. ഒന്ന് ചേർന്ന വചനം ഒന്ന് പറയാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ. ഒരുവൻ എപ്പോഴാണ് ക്രിസ്തുവിലാകുന്നത്? യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിലാകുകയാണ്.